സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഞാനൊരു മാതൃഭക്തനാണ്. ചെറുപ്പം മുതൽ ഇന്നുവരെ മാതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു എനിക്ക്. അതെൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ സാക്ഷ്യം പറയുന്നു. എൻ്റെ മാതാപിതാക്കൾ, പിതാവിനെ വിളിക്കുന്ന അച്ചാച്ചി എന്നാണ്. അച്ചാച്ചി മരിച്ചുപോയി, 3 വർഷം കഴിഞ്ഞു. അമ്മച്ചിയുണ്ട്. അവരിൽ നിന്നാണ് എനിക്ക് ഈ മാതൃഭക്തി കിട്ടിയത്. ഞങ്ങൾ 8 മക്കളായിരുന്നു. വൈകിട്ടത്തെ സന്ധ്യ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, തറയിലെ മണൽ വിരിച്ച് അതിൻ്റെ മുകളിലെ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ ജപമാല ചൊല്ലാതെ കിടന്നുറങ്ങുകയില്ലായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് പ്രാർത്ഥന ലീഡ് ചെയ്തത് എന്ന് ഞാനിപ്പോഴേ ഓർക്കുകയാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലം പുളിങ്കുന്ന് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അവിടെ സ്കൂളിനോടനുബന്ധിച്ച് CMI സഭയുടെ ഗോവേന്ദയുണ്ടായിരുന്നു. ആ ഗോവേന്ദയിലെ ബഹുമാനപ്പെട്ട റുഡോൾഫ് അച്ഛനും ഫ്ലോറിനച്ഛനും അവരുടെ നേതൃത്വത്തിലെ മാതാവിൻ്റെ സൊഡാലിറ്റി പ്രവർത്തിച്ചിരുന്നു. അപ്പം അതിൽ ഞാനും ഒരംഗമായിരുന്നു. ഉച്ച ഭക്ഷണത്തിൻ്റെ ആ ഇടവേള സമയത്ത് ആയിരുന്നു ഞങ്ങളെ ഒരുമിച്ച് കൂടിയിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതുമല്ല. ഇതെൻ്റെ മാതൃഭക്തിക്ക് ഒത്തിരിയേറെ ആക്കം കൂട്ടി. അക്കാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈശോ സഭാ വൈദികരാകാൻ ആഗ്രഹിക്കുന്നവരെ തേടി സ്കൂളിൽ വന്നിരുന്നു. താല്പര്യമുള്ളവർ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ചെന്നു, കൂടെ പോകാനും വൈദികനാകുവാനും ആഗ്രഹിച്ചുകൊണ്ട്. വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവരുടെ നിർബന്ധം സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. തൽക്കാലം അത് ഉപേക്ഷിച്ചു. എന്നാൽ എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരു വൈദികനാണ്, ഇപ്പോഴുമുണ്ട് അദ്ദേഹം. അമ്മയുടെ അനുജത്തി സിസ്റ്ററാണ്. അതുപോലെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരി വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററായിട്ട് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി, സിസ്റ്റർ ടെറസിറ്റ തോമസ്. അപ്പം ഇതെല്ലാം എൻ്റെ ദൈവവിളിയെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. സെമിനാരി പ്രവേശനത്തെയും ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രവേശന സമയത്ത് സെമിനാരിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് സെമിനാരിയിൽ ഞാനും അച്ചാച്ചിയും കൂടെ പോയി റെക്ടറച്ചനുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ റെക്ടറച്ചനുമായിട്ട് സംസാരിക്കുന്നിടയിൽ റെക്ടറച്ചൻ പറഞ്ഞു, ഫീസുണ്ട്, ഫീസ് കൊടുക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ ചാച്ചിക്ക് അല്പം പ്രയാസമുണ്ടായി. കാരണം ഞങ്ങൾ സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു. കൂലിവേല ചെയ്താണ് കുടുംബം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രയാസമുണ്ടായ അച്ചാച്ചിക്ക്. എങ്കിലും വീണ്ടും റെക്ടറച്ചൻ പറഞ്ഞു, ഫീസ് അടയ്ക്കണം, ഫീസ് അടയ്ക്കാതെ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ചാച്ചി പറഞ്ഞു, ഞാൻ അടച്ചുകൊള്ളാം അച്ചാന്ന്.
എൻ്റെ മകൻ്റെ ആ വൈദികനാകുവാനുള്ള ആ ആഗ്രഹം അത് ഞാൻ എങ്ങനെയും ഞാനത് സാധിച്ചു കൊടുത്തുകൊള്ളാം. അപ്പം അച്ഛൻ ചോദിച്ചു, എങ്ങനെ അടയ്ക്കും? അപ്പം അച്ചാച്ചി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, മാതാവ് തരും അച്ഛ. മാതാവിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട് അച്ഛ, മാതാവ് തന്ന് സഹായിക്കും. മാതാവ് തന്നു. ഒരിക്കൽ പോലും ഫീസ് അടയ്ക്കാതിരുന്നിട്ടില്ല. തന്നെയുമല്ല, എൻ്റെ പിന്നീടുള്ള ജീവിതത്തിലും എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. ഞാൻ പുരോഹിതനായിട്ട് ഇത് 36ാമത്തെ വർഷം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഈ 36 വർഷത്തിൽ സെമിനാരി കാലത്തും അതുപോലെ വൈദികനായി കഴിഞ്ഞുമുള്ള ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കും. ഇത് മാതാവ് കാത്തതാണ്, മാതാവ് തന്നതാണ്. എൻ്റെ അച്ചാച്ചിയുടെ വിശ്വാസം അത് എൻ്റെ ജീവിതത്തിൽ പുലരുകയും ചെയ്തു. അത് ഞാൻ ഒത്തിരിയേറെ അഭിമാനം കൊള്ളുന്നു. 1980 ഡിസംബർ 22 ഞാൻ വൈദികനായി അഭിഷിക്തനാവുന്നതും പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നതും. അഭിവന്യ ആൻ്റണി പടിയറപ്പിതാവാണ് എനിക്ക് തിരുപ്പട്ടം തന്നത്. ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ദിനവും തുടർന്നുള്ള ദിനങ്ങളുമൊക്കെ അങ്ങനെയായിരുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് പോയത് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഫൊറൈൻ ചർച്ചിലേക്കാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ മികച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ചമ്പക്കുളത്തേത്. അവിടെ 3 വർഷക്കാലം എനിക്ക് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ്. ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് അവരെന്നെ സ്നേഹിച്ചു, ഞാൻ അവരെയും സ്നേഹിച്ചു. അങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. അവിടെ വെച്ചാണ് കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് ഞാൻ തിരിയുന്നതും ധ്യാനങ്ങളൊക്കെ ആരംഭിക്കുന്നതും. ഞാൻ ഓർക്കുന്നു 1981 ആണെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന കരിസ്മാറ്റിക് ധ്യാനത്തിൽ, വൈദികർക്ക് വേണ്ടി നടത്തിയ കരിസ്മാറ്റിക് ധ്യാനത്തിൽ എനിക്കും പങ്കുകൊള്ളുവാനും പങ്കുചേരുവാനും അതിലൂടെ ഒരു ആത്മനവീകരണം നേടിയെടുക്കുവാനുമൊക്കെ സാധിച്ചു. പിന്നീട് ഒത്തിരിയേറെ ഇടവകളിൽ ധ്യാനിപ്പിക്കുവാനും അങ്ങനെയുള്ള ഒരു നവീകരണ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാനുമൊക്കെ സാധിച്ചത് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം 8 വർഷക്കാലം ചങ്ങനാശ്ശേരിയിലെ സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശുശ്രൂഷ ചെയ്തു. അധ്യാപകനായിട്ടും ബോർഡിങ്ങിൻ്റെ റെക്ടറായിട്ടും ബർസാറായിട്ടുമൊക്കെ ആ തിരക്ക് പിടിച്ച ആ ജോലികൾക്കിടയിലും ഈ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ശക്തി എനിക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നവീകരണ രംഗത്ത് ആ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. പല ഇടവകളിൽ ധ്യാനത്തിന് പോയി, ഞങ്ങളൊരു ടീമായിട്ട് ധ്യാനിപ്പിക്കാൻ പോയതൊക്കെ ഓർക്കുന്നു. ആ സമയത്ത് തന്നെ ചങ്ങനാശ്ശേരി കരിസ്മാറ്റിക് സോണിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ. അതിനുശേഷം KST മെമ്പറാകുവാനും തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ കരിസ്മാറ്റിക് സോണിലെ പ്രവർത്തിക്കുവാനും ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇടവകളിൽ ഫോം ചെയ്യാനുമൊക്കെ സാധിച്ചത് അമ്മയുടെ ആ സഹായം കൊണ്ട് കൂടിയാണ്. അവിടുന്ന് ഞാൻ വടക്കേ ഇന്ത്യയിലെ ആഗ്രയിൽ ഇറ്റാവ മിഷനിലെ ശുശ്രൂഷയ്ക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. 1998 അത്. അവിടെ സെൻറ്റ് ആൻ്റണി സീനിയർ സെക്കൻഡറി സ്കൂൾ, ഫത്തേഗഡ്, സെൻറ്റ് മേരീസ് ഇൻ്റർ കോളേജ് ഇറ്റാവ എന്നീ സ്ഥലങ്ങളിൽ 3-3.5 വർഷക്കാലം സേവനം ചെയ്യുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു. ആദ്യം പോയത്
ഫത്തേഗഡിലേക്കാണ്. വളരെ പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലമായിരുന്നു. പ്രശ്നത്തിൻ്റെ രൂക്ഷത കാരണം സ്കൂള് പ്രവർത്തനക്ഷമമല്ലായിരുന്നു, അടച്ചു പൂട്ടിയ അവസ്ഥയിലായിരുന്നു ഞാൻ ചെല്ലുന്നത്. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അമ്മയുടെ ആ അനുഗ്രഹവും സഹായവും കൊണ്ടൊക്കെ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഞാൻ ഓർക്കുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈവിരിച്ചു പിടിച്ച് കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ച ആ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ഞാൻ മിക്കവാറും അത് ഉരുവിടുമായിരുന്നു. അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സഹായത്തിനുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് ഫത്തേഗഡിലെ പ്രശ്നങ്ങളൊക്കെ ഉന്മൂലനം ചെയ്യുവാനും അത് പിന്നീട് വളരെ സുഗമമായി പ്രവർത്തിക്കുവാനുമൊക്കെ സാധിച്ചത് അമ്മയുടെ സഹായം കൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നു, 2001 മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കിളിമല SH പബ്ലിക് സ്കൂളിൽ സേവനം ചെയ്യുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു. അവിടെ പ്രിൻസിപ്പലായിട്ട് സേവനം ചെയ്തു. അതൊരു 13 വർഷം നീണ്ടു നിന്ന ഒരു ശുശ്രൂഷയായിരുന്നു. പ്രാരംഭ ദശയിലുള്ള സ്കൂളാണ്, അതിൻ്റെ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാതാവിൻ്റെ സഹായത്തോടുകൂടി ഞാൻ പ്രവർത്തിച്ച് ഏതാനും വർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് ആ കിളിമല SH പബ്ലിക് സ്കൂൾ മാറിയത് എന്നോടൊപ്പം എന്നെ സഹായിച്ച, എനിക്ക് ശക്തി തന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ദിവസവും അതിരാവിലെ ഉണർന്ന് ജപമാല കൈകളിലേന്തി ആ സ്കൂളിൻ്റെ ചുറ്റും നടന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ആ സഹായം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ദിവസവും രാവിലെ സ്കൂളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അന്നത്തെ പ്രത്യേക ശുശ്രൂഷകളുമൊക്കെ, പ്രത്യേക കാര്യങ്ങളുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു പ്രശ്നവും കൂടാതെ വളരെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവാനുഗ്രഹം ഒപ്പം പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ടുമൊക്കെ. അപ്പം അങ്ങനെ നീണ്ടു നിന്ന 13 വർഷക്കാലത്തെ ശുശ്രൂഷ അവിടെ, എനിക്ക് തോന്നുന്നത്, ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കല്യാണ വിരുന്നിലെ അവശ്യം വേണ്ട വിഭവമായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ പ്രശ്നം മറ്റാരും അറിയാതെ അത് പരിഹരിക്കപ്പെടാൻ സാധിച്ചത് അമ്മയുണ്ടായിരുന്നത് കൊണ്ടാണ്. അമ്മ ചെന്ന് തിരുക്കുമാരനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, അവരെ സഹായിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ അറിയാം. ആ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് ഈശോ അവിടെ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ സഹായിക്കുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നം മാറിക്കിട്ടുവാനിടയായത് പരിശുദ്ധ അമ്മയുടെ സഹായം മൂലം. ഇതേ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലും എനിക്ക് എടുത്തു പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ ഇത് സമർപ്പിക്കുന്നു, അമ്മ സഹായിക്കണം. ആ അമ്മയുടെ ശക്തമായ കരങ്ങൾ അവിടങ്ങളിലൊക്കെ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുകയാണ്. അതുപോലെ സ്കൂളിലായിരുന്ന കാലത്താണ് 2005 ജർമ്മനിയിലെ കൊളോണിൽ നടന്ന വേൾഡ് യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത്. അവിടേക്ക് ഞാൻ പോയതും പിന്നീട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു അവസരമായിരുന്നു അത്. ഞാൻ ഗ്രൂപ്പുമൊത്ത് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് പാരീസിലുള്ള എൻ്റെ സഹോദരി സിസ്റ്റർ വിയാനിയെ കാണുവാനായിട്ട് ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അല്പം വൈകിയത് കാരണം എനിക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അനുഭവിച്ച വേദന, പ്രയാസം പറഞ്ഞറിയിക്കാൻ വിഷമം. ആദ്യമായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല സഹായിക്കാൻ. എവിടെ ചെല്ലണം, എന്ത് ചെയ്യണം
ആര് സഹായിക്കും എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു, എൻ്റെ ചുണ്ടിൽ എപ്പോഴും എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു. ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ ഓടി നടന്ന് പലയിടത്തും ചെന്നു. പക്ഷേ എല്ലാം നിരാശാജനകമായ പ്രതികരണങ്ങളാണ് എനിക്ക് കിട്ടിയത്. ചിലർ പറഞ്ഞു ഫ്ലൈറ്റ് പോയി, വേറെ പുതിയ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അടുത്ത കൗണ്ടറിൽ ചെല്ല്. ഇങ്ങനെയുള്ള നിരാശാജനകമായ പ്രതികരണങ്ങളായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ വളരെ വിഷമിച്ചു. ആരുമില്ല, ഒറ്റയ്ക്ക് മാത്രം. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ കരുണ തോന്നി എന്നോട് എന്നെ ഒരു ഫ്ലൈറ്റിലെ ഓപ്പൺ ടിക്കറ്റിൽ എന്നെ കയറ്റി വിട്ടു പാരീസിലേക്ക്. അവിടെ ചെന്നപ്പോൾ ലഗേജുമില്ല. ഏറെ വൈകിയത് കൊണ്ട് എൻ്റെ സിസ്റ്റർ വളരെ വിഷമിച്ച് തിരിച്ചു പോയി. ഞാൻ ആ പാരീസ് എയർപോർട്ടിൽ ഇങ്ങനെ അലഞ്ഞ് നടന്ന കാലം, ആ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചു പോയി, ഇങ്ങനെ പാരീസിലെ ജയിലിൽ ഉണ്ട തിന്ന് കിടക്കേണ്ടി വരുമോ എന്നുപോലും ചിന്തിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. പക്ഷേ ഒരു പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ എത്രയും ദയുള്ള മാതാവെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ പൂർണ്ണമാലയിലും കുറേശ്ശെയൊക്കെ ഞാൻ ചൊല്ലും. അപ്പോൾ ഒരു പ്രത്യാശ മനസ്സിലുണ്ട്, മാതാവ് കൂടെയുണ്ട്, സഹായിക്കും. അല്പം വിഷമമുണ്ടായാലും സഹായിക്കും. ഇങ്ങനെ ഈ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ച് നടന്ന് അവസാനം എന്നോട് അവിടെ ഒരാൾ പറഞ്ഞു, ഒരു കൗണ്ടറുണ്ട്, അവിടെ പോയി അനൗൺസ് ചെയ്താൽ എല്ലാം ശരിയാകും, എല്ലാം കാര്യങ്ങളൊക്കെ ശരിയാകും. അങ്ങനെ ഞാൻ ആ കൗണ്ടറിലേക്ക് അനൗൺസ് ചെയ്യാനായിട്ട് പോയപ്പോൾ ആ സമയത്ത് എൻ്റെ ലഗേജ് വന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി അവിടെ അനൗൺസ് ചെയ്തു, സിസ്റ്ററിനെ കണ്ടു. പിന്നീട് ഏറെ വൈകിയെങ്കിലും ആ സിസ്റ്ററുമൊത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നടന്നു. അമ്മ എന്നെ സഹായിച്ചു. വേറെ ആരുമില്ലായിരുന്നു, പരിശുദ്ധ അമ്മ മാത്രം. അമ്മയുടെ സഹായം കൊണ്ട് ഞാനവിടെ അവസാനം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. അമ്മയുടെ സഹായം അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എത്രയും ദയുള്ള മാതാവേ, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കുന്നവളല്ല അമ്മ. ഈ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ജപമാലയും ചൊല്ലി, ജപമാലയിലൂടെ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സഹായവും ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ പാരീസിലെ സിസ്റ്ററിൻ്റെ അടുക്കൽ ചെന്നു ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. എല്ലാം ശുഭമായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഏതാനും ദിവസങ്ങൾ അവിടെ പാരീസിൽ ചെലവഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് കൊളോണിൽ പോയി ഗ്രൂപ്പുമൊത്ത് ചേർന്ന് വേൾഡ് യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുകയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യം. വേൾഡ് യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പാരീസിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ എനിക്കൊരു മറ്റൊരു അനുഭവം കൂടി ഉണ്ടായത് ഞാൻ ഓർമ്മിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടൽ. ഏതാണ്ട് ഒരാഴ്ചയോളം ഞാൻ പാരീസിൽ കഴിഞ്ഞ് തിരിച്ച് കൊളോണിലെ കോൺഫറൻസിൻ്റെ ഗ്രൂപ്പുമായിട്ട് ഒന്നുചേരേണ്ട അവസരത്തിൽ ഞാനതിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഞാൻ എൻ്റെ കോർഡിനേറ്ററെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഇവിടുന്ന് ആരും വരാൻ നിർവാഹമില്ല, അച്ഛൻ ഒറ്റയ്ക്ക് തനിച്ചിങ്ങ് എത്തണം, ഇവിടെ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ തിരക്കാണ്, അതുകൊണ്ട് ഒരു വിധത്തിലും ആരും വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു സഹോദരൻ, കുറച്ചുകൂടെ പിടിപാടൊക്കെയുള്ള ജീസസ് യൂത്തിലൊക്കെ കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ള വേറൊരു സഹോദരൻ ആ ഫോൺ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആൾ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു, ഒരസ്വസ്ഥതയും വേണ്ടെന്ന്. അപ്പം ഞാൻ അന്നേരം വിചാരിക്കുകയായിരുന്നു, അമ്മയുടെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രമുണ്ട്. ഞാൻ അന്നേ ദിവസം രാവിലെ ആ ഫോൺ ചെയ്യുന്ന അന്ന് രാവിലെ മാതാവിനോട് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്രയും ദയുള്ള മാതാവ്, ഇതാണ് എൻ്റെ നാവിൽ നിന്ന് ചുണ്ടിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് വരുന്ന പ്രാർത്ഥന.
ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ എന്നെ സഹായിച്ചു. ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന ആ തിരുവചനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈശോയുടെ അമ്മ അവിടെ നിൻ്റെ കൂടെ ഉണ്ട്. ഈശോയുടെ അമ്മ അവിടെ നിൻ്റെ കൂടെയുണ്ട്. നമുക്കറിയാം, ഇത് സുവിശേഷത്തിൽ പറയുന്നത് ഇതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭമാണ്, ആരംഭത്തെ കുറിക്കുക. അവിടെ അമ്മയുണ്ടായിരുന്നു. ആ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിലെ കാൽവരിയിലും അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 19-ാമത്തെ അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്. ഈശോയുടെ അമ്മയും അവിടെ കുരിശിൻ്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഇതൊരു ബന്ധമാണ്. ഇതിൻ്റെ അർത്ഥം ആദ്യ അവസാനം അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. ഇത് ബൈബിളിലെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല, എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാ സംഭവങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല, രേഖപ്പെടുത്തണമെങ്കിൽ ലോകം പോലും തികയുമായിരുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതൊരു ബന്ധമാണ്. അതായത് കാന മുതൽ കാൽവരി വരെയുള്ള ബന്ധം, പുൽക്കൂട് മുതൽ ഗൊൽഗോത്ത വരെയുള്ള ബന്ധം. ഈ ബന്ധം അത് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ വേണം. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായ ബിഷപ്പ് ഫുൾട്ടൻഷീൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈശോ കാൽവരിയിലേക്കുള്ള യാത്രയിലെ 3 പ്രാവശ്യം കുരിശുമായിട്ട് നിലത്തു വീഴുന്നു. അവശനായി അവിടുന്ന്, വളരെ അധികം ക്ഷീണിതനായി അവിടുന്ന് തല തിരിച്ചൊന്ന് നോക്കിയപ്പോൾ തൻ്റെ അമ്മ നിൽക്കുന്നതായിട്ട് കണ്ടു. അവിടുന്ന് ശക്തി പ്രാപിച്ച് വീണ്ടും എഴുന്നേറ്റ് ലക്ഷ്യത്തിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് ബിഷപ്പ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്ന കാൽവരിയാണ്. ആ കാൽവരിയിലെ അമ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് ക്രൈസിസ് മാറിക്കിട്ടി, ഈശോയ്ക്ക് ശക്തി കിട്ടി, പ്രചോദനം കിട്ടി എന്ന്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അനുഭവിച്ചതാണ്. ജീവിതത്തിലെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നു. എൻ്റെ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിലും എനിക്ക് എടുത്തു പറയാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ ചില റിമാർക്കുകളൊക്കെ വരുമ്പോഴേ നിരാശ തോന്നാറുണ്ട്. അതുപോലെ അതിരൂപത ധ്യാന ടീം ഡയറക്ടർ എന്ന നിലയിലുമൊക്കെ ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും തളർന്നു പോകാതിരിക്കുന്നത് അമ്മയാണ്. എത്രയും ദയയുള്ള മാതാവ്. എനിക്കെപ്പോഴും പറയാൻ സാധിക്കും, ഞാൻ എവിടെ പോയാലും പോകുന്നതിന് മുൻപൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ. എൻ്റെ കൂടെയുള്ള അമ്മ എന്നെ സഹായിക്കും എന്ന ബോധ്യം എനിക്കുണ്ടത്. അപ്പോൾ ഈ അമ്മ നമ്മളെയുമൊക്കെ സഹായിക്കും, നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പഴയ ഒരു സംഭവം ഓർക്കുകയാണ്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തെ ഒരു സംഭവം. എൻ്റെ ആ സെമിനാരി പഠനകാലത്തെ, പരിശീലന കാലത്തെ വളരെ നിർണായകമായ ഒരു പ്രശ്നമുണ്ടായി. സെമിനാരിയിൽ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്നെ വിടുന്ന ഒരു സന്ദർഭം. പക്ഷെ ഞാനതിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിച്ചില്ല. ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെട്ടു, കരഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രശ്നം പരിഹരിച്ചു. മറ്റു ചിലർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ബ്രദേഴ്സിനോട് പറഞ്ഞു, തന്നെ വിടേണ്ടതായിരുന്നു കേട്ടോ, വിടുമായിരുന്നു, സെമിനാരിയിൽ നിന്ന് വിടുമായിരുന്നു എന്ന്. പക്ഷേ അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ സഹായിക്കും, അമ്മയുണ്ടെങ്കിൽ പിന്നെ എന്തിന് വിഷമിക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും എനിക്ക് താങ്ങാണ്, തണലാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന ചിന്ത. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഉടനീളം എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇന്നു വരെയുള്ള എൻ്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്തെ, വീട്ടിലായിരുന്ന കാലത്തെ, സ്കൂൾ പഠനത്തിൻ്റെ കാലത്തെ, സെമിനാരി പഠനവും അതുപോലെ തന്നെ വൈദിക ജീവിതത്തിലുമൊക്കെ അമ്മയുടെ സ്വാധീനം ഏറെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ എല്ലാ തലത്തിലും, ആത്മീയ തലത്തിൽ, മാനസിക തലത്തിൽ, അതുപോലെ തന്നെ സാമ്പത്തികമായ തലങ്ങളിലുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ ഇടയാക്കിയിട്ടില്ല അമ്മയിലുള്ള വിശ്വാസം. അതുകൊണ്ട്
ഈ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ സാധാരണ പറയാറുണ്ടല്ലോ, അമ്മയിലൂടെ ഈശോയിലേക്ക്. വിശുദ്ധ അംബ്രോസ് പുണ്യവാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവ് പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. അപ്പോൾ ഈ ഗോവണി ഈ ഗോവണിയിലൂടെയാണ് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ ഗോവണിയിലൂടെയാണ് നമ്മളുമൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടത്. അപ്പം നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള നമ്മുടെ ഗോവണി, നടന്ന് കയറി പോകുവാനുള്ള ഗോവണി പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയെ മുറുകെ പിടിച്ചാലേ, അമ്മ പറയുന്നത് പോലെ അമ്മയുടെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം മറക്കരുത്, ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ അമ്മ നമ്മെ സഹായിക്കും. അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. എവിടെ പോയാലുമൊക്കെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഒരു പ്രാർത്ഥന, എത്രയും ദയുള്ള മാതാവേ, അല്ലെങ്കിൽ ജപമാല വളരെ നല്ലതാണ്, ശക്തി തരുന്ന പ്രാർത്ഥനയാണ്. അമ്മ, എൻ്റെ നല്ല അമ്മ, നമ്മുടെ എല്ലാവരുടെയും നല്ല അമ്മ. സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ,